ഞങ്ങളിന്ന് വിഷുവിന് ഡ്രസ്സ് എടുക്കാൻ പോവാം കേട്ടോ. വിഷു, ഓണം അങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി ഡ്രസ്സ് എടുക്കലാണ് പതിവ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഇറങ്ങിയേക്കാണ്. ഞാനും മോനും കൂടെ ബാക്ക് സീറ്റിലുണ്ട്. എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. അച്ഛൻ, അമ്മ, പിന്നെ ചേച്ചി, കുട്ടികൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, എല്ലാവരും ഭയങ്കര കുറുമ്പും കുസൃതിയൊക്കെ ആയിട്ട് ഭയങ്കര വർത്താനം പറച്ചിലൊക്കെയാണ്. അതിനിടയിൽ ഇത് പുറത്തെ കാഴ്ചകളും കാണുന്നുണ്ട്. അവിടെ എന്താ ഇതെന്താ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും. അവർ കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെ ആണല്ലോ, ഈ പ്രായത്തിൽ അങ്ങനെ തന്നെ ആണല്ലോ. എല്ലാവർക്കും ഭയങ്കര സംശയങ്ങളായിരിക്കുമല്ലോ. അതേപോലെ തന്നെ ഇത് ഇവർക്കും ഉണ്ട്. അതോടൊപ്പം പുറത്ത് കാണുന്നതൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തിരൂരുള്ള ഫാമിലി വെഡ്ഡിങ് സെൻ്ററിൽ നിന്നാണ് ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. അവിടെ ഇതേപ്പോൾ എത്തി കയറി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടുത്തെ ഞങ്ങളൊരു ഫാമിലിയിലുള്ളൊരു മെമ്പറാണ് ഇതാ ചേച്ചി. അവരാണ് ഞങ്ങൾക്ക് എല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യമോളും ഒക്കെ ഇതാ കളിയിലാണ്, ഓടി നടക്കുകയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതാ അവർ അവിടെ നിൽക്കുന്ന സ്റ്റാച്യൂസൊക്കെ കണ്ട് അച്ഛനെ അമ്മയാണെന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് ഭയങ്കര രസമായിരുന്നു. അവൻ്റെ പ്രായത്തിലുള്ളൊരു കുട്ടീനെ കണ്ടപ്പോൾ അവൻ കാണിക്കണുണ്ടില്ലേ, ഇതൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര വികൃതിയായിരുന്നു. ഫ്രണ്ട്സ്, എനിക്കിഷ്ടമായ ഡ്രസ്സ് ഇതാട്ടോ. ഞാനത് അങ്ങോട്ട് എടുത്തു, പിന്നെ മാറ്റാനൊന്നും നിന്നില്ല, ഇഷ്ടപ്പെട്ടാണ്ട് എടുത്തു, അത്ര തന്നെ. ഏട്ടനും മോനും വേറെ എടുത്തിട്ടുണ്ട്, ആ വിഷുവിന് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായ കമൻറ്റ് ചെയ്യും. പിന്നെ ഞങ്ങളിതാ ക്ഷീണിച്ചു, ആകെ അവശയായി. പിന്നെ അവനൊക്കെ ഒരു ചോക്ലേറ്റൊക്കെ കഴിച്ച് ആർക്കും കൊടുക്കാണ്ട് കഴിക്കുകയാണ് കേട്ടോ. ചോദിച്ചാലും തരുമൊന്നുമില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. ഗണേഷ് ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ്, വെജിറ്റേറിയനാണ്. ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണിത്. മസാല ദോശ ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ മസാല ദോശയും ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ രണ്ടാളും ഭയങ്കര വികൃതിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. വാശി പിടിക്കത്തും അതിൻ്റെ ഇടയിൽ പാപ്പം വേണമെന്ന് പറിച്ചിട്ടും ഒരാളിത് ടേബിളിന്മേൽ കയറിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡ്രസ്സ് എടുക്കലും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് തിരിക്കുകയാണ്. ടയേർഡായിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു.